ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒന്ന് ചീര വച്ചിട്ട്, നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട്, അത് വച്ചിട്ട് കിച്ചടി ഉണ്ടാക്കാം. തൈരൊക്കെ ഒഴിച്ചിട്ട് ഞാൻ മുന്നേ ഒരു ചുമന്ന കിച്ചടി വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം നമുക്ക് ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചീര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ കുഞ്ഞിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ, മുഴുവനോടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വേവണമല്ലോ, അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കിച്ചടിക്ക് അരയ്ക്കും പോലെ ജീരകമാണേലും കടുകാണേലും തേങ്ങയുടെ കൂടെ ഇട്ട് അരയ്ക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. തേങ്ങ അരച്ചിട്ട് ലാസ്റ്റാണ്, കടുകാണ് നമ്മൾ അരയ്ക്കുന്നെങ്കിൽ ലാസ്റ്റാണ് കടുക് പൊട്ടിക്കേണ്ടത്. ജീരകമാണേലും ആദ്യം തന്നെ നമുക്ക് തേങ്ങയിലിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര് ഇപ്പോൾ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ അരപ്പ് തിളയ്ക്കുന്നതിൽ പ്രശ്നമില്ല കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതുപോലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചീരയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം. വറ്റൽമുളകും കടുകും കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കീര കിച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ റോഡിൽ. പരാഗിലായിരുന്നേ. മോൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് നിക്കാഹിന് വേണ്ടിയിട്ട് ഡ്രസ്സ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ മോളവിടെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാനെന്നാണ് ചെറുക്കുട്ടിന് മോളും കൂടെയാണ് പോയത്. നല്ല രാത്രിയായി പോയപ്പോൾ ഒരു 8:30-9 മണിയായി കേട്ടോ. അപ്പം ചെറിക്കുട്ടിന് ഷൂട്ട് കൂടി എടുക്കണമായിരുന്നേ. അപ്പം അതിന് ചെറിക്കുട്ടിന് വയ്യാത്ത കാരണം നമുക്ക് നേരത്തെ പോയി ഷൂട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്രിസ്മസ് ഷൂട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പോത്തീസിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് കരുതി. അടുത്ത് തന്നെയാണ് പോത്തീസിൻ്റെ അടുത്തുള്ള പരാഗിലാണ് നമ്മൾ കയറിയ. അങ്ങനെ പോത്തീസിൽ കയറി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം താഴത്തെ ഫ്ലോറിൽ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് പറഞ്ഞു, അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുക്കുട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ, നിൽക്കുന്നതേ ഇല്ല. അങ്ങനെ നമ്മൾ ചെറുക്കുട്ടന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസും കൂടി എടുത്തു. അങ്ങനെ ഒരു കുഞ്ഞു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ക്രിസ്മസിൻ്റെ ട്രീയും വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം അലങ്കരിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിപൊളി ആയിരുന്നേ. അവൻ്റെ ചെറുക്കുട്ടിന് ഇത് കണ്ടപ്പോൾ കുറച്ച് പേടിയായിരുന്നു. അതുകൊണ്ട് അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ ബൂ ബൂ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളൊക്കെ കൂടി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചിറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പുത്തൻതോപ്പ് പള്ളിയിലാണ് കേട്ടോ. അവിടെ ക്രിസ്മസിൻ്റെ ഭയങ്കര അലങ്കാരമുണ്ട്. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും നല്ല വിശേഷമാണല്ലോ. അങ്ങനെ അവിടെ കുറച്ച് വിശേഷമായതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ വിട്ടത്. ഒരുപാട് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി കുപ്പിവളയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്.